പത്തനംതിട്ട BJP-യുടെ എ ക്ലാസ് മണ്ഡലം എന്നതുപോലെ UDF-നും LDF-നും എ ക്ലാസ് മണ്ഡലം. UDF-ന്റെ ഉരുക്കുകോട്ടയെന്ന് അവകാശപ്പെടുമ്പോഴും അസംബ്ലി മണ്ഡലങ്ങളിൽ LDF-ന്റെ പടക്കുതിരകൾ പാഞ്ഞ മണ്ഡലം. ഈ മണ്ഡലത്തിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ UDF സ്ഥാനാർത്ഥി, കോട്ട പിടിച്ചെടുക്കാൻ തോമസ് ഐസക്, ഒപ്പം കളം മാറി വന്ന അനിൽ ആന്റണിയും. പത്തനംതിട്ടയിൽ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ്. പത്തനംതിട്ടയുടെ രാഷ്ട്രീയ മനസ്സിലെന്ത് എന്നാണ് കുരുക്ഷേത്രം പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പത്തനംതിട്ടയിൽ നിന്നും വെൽക്കം. അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് A. സുരേഷ് കുമാർ, CPM-ൽ നിന്നും A. പത്മകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് നോബൽ മാത്യു BJP NDAയും പ്രതിനിധീകരിക്കുന്നു. പത്തനംതിട്ടയിലെ വോട്ടർമാരും വിവിധ രാഷ്ട്രീയ കക്ഷികളെ പിന്തുണയ്ക്കുന്നവരും നമുക്കൊപ്പം ചർച്ചയിൽ തത്സമയം പങ്കുചേരുന്നു. ആദ്യം സുരേഷ് കുമാറിലേക്ക്. സുരേഷ് കുമാർ, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടോ സിറ്റിംഗ് MP ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം? കാരണം മണ്ഡലത്തിൽ തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന MP എന്ന നിലയിൽ സ്വാഭാവികമായും ഒരു MP വിരുദ്ധ വികാരം സാധ്യതയുണ്ട്. ആ MP വിരുദ്ധ വികാരത്തെ എങ്ങനെയാണ് ആന്റോ ആന്റണി മറികടക്കാൻ പോകുന്നത്? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഓണാണ്. ശ്രീ അരുണിന്റെ ചോദ്യം ഇവിടുത്തെ പത്തനംതിട്ടയിലെ ജനങ്ങൾ കേട്ടാൽ അവര് ചിരിച്ചു തള്ളും. കാരണം ആന്റോ ആന്റണിക്ക് എതിരായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി കഴിഞ്ഞ വർഷത്തേതിനെക്കാട്ടിലും ഇരട്ടിയിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുകയാണ്. വലിയ ഭൂരിപക്ഷം നേടുമെന്ന് മാത്രമല്ല, LDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾ അവരിപ്പോൾ അവരുടെ പ്രചരണ രംഗം പോലും എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അവർ പോരാട്ടമൊക്കെ അവസാനം വരെ നടക്കും. പക്ഷേ ആന്റോ ആന്റണിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുവാൻ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും കഴിയില്ല. ആദ്യഘട്ടത്തിൽ കുറെ പോസ്റ്ററൊക്കെ LDF-ന്റെ സ്ഥാനാർത്ഥി ഒട്ടിച്ചു. അവിടെ ഇവിടെ കുറെ ചോരെഴുത്തൊക്കെ നടത്തി. കാരണം അദ്ദേഹത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയില്ല. വന്ന ഈ പ്രദേശങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വരണ്ടേ. അപ്പൊ അതിന് പോസ്റ്റർ ഒട്ടിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയും ചെയ്തിട്ടുണ്ട്. ആന്റോ ആന്റണിയെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടത് ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റ് ഒട്ടിക്കുകയും ചോരെഴുത്തും നടത്തുന്നതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം അല്പം താമസിച്ചതുകൊണ്ട് താമസിച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല, പോസ്റ്റ് ഒട്ടിക്കാൻ വൈകിയത് DCC പിണങ്ങുന്നതുകൊണ്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ ഏത് DCC പിണങ്ങുന്നത് കേട്ടോ? ഒന്നുമില്ല. DCC-യും അങ്ങ് താഴെ തട്ടിലുള്ള ബൂത്ത് ലെവലിൽ വരെയുള്ള പ്രവർത്തകന്മാരും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ ആന്റോ ആന്റണി ജയിക്കും. ആന്റോ ആന്റണി കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും സീൻ മാറിക്കഴിഞ്ഞു. ആദ്യം ഈ ആളുകളൊക്കെ ചോദിച്ചു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നതൊക്കെ ചോദിച്ചു. പക്ഷെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി ആയതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടതുകൊണ്ട് അല്പം താമസിച്ചാണ്. പ്രചരണത്തിന് വരുമോ? AK ആന്റണി തീർച്ചയായിട്ടും വരും. AK ആന്റണി വരുമെന്നല്ല, ആന്റോ ആന്റണി ആന്റോ ആന്റണി ശ്രീ AK ആന്റണിയെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി ഞാൻ പ്രചരണത്തിന് വരും, ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണം വരും. അദ്ദേഹത്തിന്റെ ആശീർവാദം ഏറ്റുവാങ്ങിയിട്ടാണ് ആന്റോ ആന്റണി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ദോഷമേ അല്ല? അനിൽ ആന്റണി ഒരു സ്ഥാനാർത്ഥിയാണോ? ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് PC ജോർജ് വരും, വേറെ ആളുകൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. PC ജോർജ് ആയിരുന്നു കുറച്ചുകൂടി ഭേദം, കരുത്തൻ. PC ജോർജ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബഹളമൊക്കെ ഉണ്ടാക്കി നിന്നേനെയും. ഇതിപ്പോ ഒരു ബഹളം പോലും ഇല്ല, നിശബ്ദമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ പ്രധാനമന്ത്രി വരും. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി അമിത്ഷാ വന്നില്ലേ? പ്രധാനമന്ത്രി വന്നില്ല, എല്ലായിടത്തും ജയിച്ചോക്കെ. വോട്ട് പിടിച്ചു. എവിടെ? 2,97,000 കഴിഞ്ഞ തവണ വേറെ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു, ശബരിമല വിഷയം, അതുപോലുള്ള ചില വർഗീയമായ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ ആളി കത്തിച്ചപ്പോൾ വോട്ട് കിട്ടി. അതല്ലാതെ അയോധ്യയുണ്ട്, CA വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കഴിഞ്ഞ തവണയെക്കാട്ടിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്നത്. അപ്പൊ പ്രചരണ രംഗത്ത് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്? പ്രചരണ രംഗത്ത് ഞങ്ങൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ക്യാമ്പ് തന്നെ എന്താണ് ശ്മശാനമുഖമായി? അങ്ങനെ ഞങ്ങൾ പറയത്തില്ല. അവർക്ക് പണമുണ്ട്, ബാർ മുതലാളിമാരുണ്ട്, കോറി മുതലാളിമാരുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിൽ ഇഷ്ടം പോലെ പണം കൊടുക്കാനുണ്ട്. ബാലൻസ് കിട്ടി ഇലക്ട്രൽ ബോണ്ടും ഉണ്ട്. എങ്ങനെ? അല്ല, ബാലൻസ് കിട്ടി BJP ഇലക്ട്രൽ ബോണ്ടിൽ BJP കിട്ടിയതുണ്ട്. അത് കിട്ടിയതുകൊണ്ട് അവർ നല്ല പ്രചരണം നടത്തും. പത്മകുമാർ, ശരിക്കും പറഞ്ഞാൽ ഈ ആന്റോ ആന്റണി കളത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി നിങ്ങളൊക്കെ ഒട്ടിച്ച പോസ്റ്റ് വേസ്റ്റ് ആയോ?
അല്ല, ഈ സുരേഷ് ഏത് ലോകത്താ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ നാട്ടിലൊരു പയ്യനുണ്ടായിരുന്നു. പണ്ട് പള്ളിക്കൂടത്തിൽ പോകാൻ വിളിക്കുമ്പോ ആ, അച്ഛാ ഞാൻ പള്ളിക്കൂടത്തിൽ പോവില്ല എന്ന് പറയും. ആ. അവസാനം അങ്ങനെ അടിച്ചവനെ കൊണ്ട് സ്കൂളിൽ ഇരുത്തുന്ന പോലെയാണ് ഇപ്പൊ AICC ആന്റോ ആന്റണിയെ അടിച്ചുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഹരിയാനയ്ക്ക് പോയി നിന്നോണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടാണ്. ആ, അതിനു മുമ്പ് നിൽക്കൂല എന്ന് പറഞ്ഞ ആളാണ് ശ്രീ ആന്റോ ആന്റണി. ആ, ഇവിടെ ഇപ്പോ ഈ സ്വപ്നം കാണുന്നതിനും ശ്വാസം വലിക്കുന്നതിനും ടാക്സ് ഏർപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ആ, എത്ര വേണമെങ്കിൽ സ്വപ്നം കാണുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ആ. 2009 ആന്റോ ആന്റണിയുടെ പിന്നെ ഭൂരിപക്ഷം എത്രയായിരുന്നു? ആ, 1,11,000. അവിടെ നിന്ന് 44,000 വന്നത്. അവിടെ നിന്ന് ഇപ്പൊ 44,000 വന്നിരിക്കുന്നത്. BJP കുറച്ച് വോട്ട് പിടിച്ചു. ആ കണക്ക് വന്നാൽ ഇപ്രാവശ്യം അദ്ദേഹം പരാജയപ്പെടുന്നത് ഒരു 65,000 വോട്ടിന്റെ പുറയിലായിരിക്കും ആന്റോ ആന്റണി എന്നുള്ള കണക്ക് ഇപ്പൊ എഴുതി വെച്ചോ. ഞാനിപ്പോ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പിന്നെ ഈ ഇടതുപക്ഷ മുന്നണിക്ക് പിന്നെ അതുപോലെ BJPക്ക് ഇതൊക്കെ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞു. എന്തിനാ ആന്റോ ആന്റണിക്ക് എന്തിനാ ഇവരുടെയൊക്കെ പൈസ? അദ്ദേഹത്തിന്റെ തന്നെ പൈസ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതെ, ഇവിടെ കോറി മുതലാളിമാരുടെയൊക്കെ പറയുന്ന കണക്ക് കേട്ട് കഴിഞ്ഞാൽ സങ്കടം തോന്നുകയാണ്. ഇതൊന്നും അറിയാത്ത പാല് മാത്രം കുടിക്കുന്ന കുറെ പച്ചപ്പാവങ്ങളായിട്ടുള്ള കോൺഗ്രസ്സുകാർ. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ശ്രീ ആന്റോ ആന്റണി ഇവിടെ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു? എന്തുകൊണ്ടാണ് പ്രഖ്യാപനം ഇത്രയും നാൾ വൈകിയത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സുരേഷ് കുമാർ. പത്മകുമാർ ചോദിക്കുന്നത് ഈ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഭയം മുട്ടിടിച്ചിരുന്നു ആദ്യം ആന്റോ ആന്റണിക്ക്? ഞാനും ഇവിടെ നിൽക്കുന്ന UDF പ്രവർത്തകരൊന്നും ഈ വിവരം അറിഞ്ഞില്ല. ബഹുമാനായ ശ്രീ പത്മകുമാറിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ദേശാഭിമാനി ഓഫീസിൽ നിന്നും കൈരളിൽ നിന്നും കിട്ടുന്ന വിവരം ഇവിടെ വിളമ്പി കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഇല്ല. ഒരു തീരുമാനം വന്നിട്ടില്ല. നിലവിലുള്ള സിറ്റിംഗ് MP-മാരെ എല്ലാം മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും അവസാനം ചില വ്യത്യാസങ്ങൾ ചില സ്ഥലങ്ങളിൽ വന്നു. അതല്ലാതെ പത്തനംതിട്ട പരിഗണിച്ചില്ല. പത്മകുമാർ, ഇവിടെ നിങ്ങൾ പോസ്റ്റർ അടിച്ചിട്ടാണ് തോമസ് ഐസക്കിനെയും അനിൽ ആന്റണിയെയും ഒക്കെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞു. പക്ഷേ നോക്കൂ, പത്തനംതിട്ടയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ആന്റോ ആന്റണി. ഏതാ ഹൃദയം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി തരണം. എവിടെയാ ഹൃദയം എന്നുള്ളത് മനസ്സിലാക്കണം. കഴിഞ്ഞ 15 വർഷക്കാലമായല്ലോ ഇവിടെ MP ആയിട്ട്. ഈ നാടിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പറയണ്ടേ? ഇപ്പൊ ശബരിമലയുടെ കാര്യം പറഞ്ഞല്ലോ. 82% ഉണ്ടായിരുന്നു. എവിടെ അറ്റൻഡൻസ്? 82%. എനിക്കറിയാം, 82% അറ്റൻഡൻസ് ഉള്ളത്. ആർക്കാ 82 ഇല്ലാത്ത? എല്ലാവർക്കും 83, 84, 85 ഉള്ളപ്പോഴാണ് ശ്രീ ആന്റോ ആന്റണിക്ക് 82% മണ്ഡലത്തിലായിരുന്നു. അത് MP-മാരും MLA-മാരും ഈ സച്ചിനെ പോലുള്ളവർ ഒഴിച്ച് ഉള്ള MP-മാരൊക്കെ കൃത്യമായിട്ട് പോകും. കാരണം അറിയാമല്ലോ. രമ്യ ഹരിദാസ് പറഞ്ഞല്ലോ 1,89,000 കിട്ടുന്നുള്ളൂ. ഈ കണക്ക് പൈസ കിട്ടണമെങ്കിൽ TADA കിട്ടണമെങ്കിൽ അവിടെ പോയി ഇരിക്കണം, അവിടെ പോയി ഒപ്പിടണം. ഞാൻ ചോദിക്കുന്ന ശ്രീ ആന്റോ ആന്റണി കഴിഞ്ഞ 15 വർഷക്കാലം MP ആയിരുന്നിട്ട് ഈ മണ്ഡലത്തിന്റെ കാര്യം ഏതൊക്കെ കാര്യം ആ സഭയിൽ ഉന്നയിച്ചു? NIA-യുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടെന്താ? നിങ്ങൾ പത്രക്കാർ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ എനിക്ക് വീണ്ടും പരിശോധിക്കണമെന്ന്. 15 വർഷക്കാലം MP ആയിരുന്നൊരു മനുഷ്യൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന NIA-ക്കെതിരായിട്ട് ഭേദഗതി നിയമത്തിനെതിരായി എന്ത് സംസാരിച്ചു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് പരിശോധിക്കണമെന്നല്ലേ പറഞ്ഞത്? റെയിലിനെ കുറിച്ച് സംസാരിച്ചു, റബ്ബർ കർഷകർക്ക് വേണ്ടി സംസാരിച്ചു. ഒരു മിനിറ്റ് റബ്ബർ കൃഷിക്കാരുടെ കാര്യം പറയാം. ഇവിടെ 248 രൂപ റബ്ബറിന് വിലയായപ്പോ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ മുഴുവൻ ഒരു പോസ്റ്റർ അടിച്ചൊട്ടിച്ചു. റബ്ബറിന് 248 രൂപ ആക്കാൻ പ്രയത്നിച്ച ആന്റോ ആന്റണി MP-ക്ക് അഭിവാദ്യം. 148 ആയപ്പോ ആ പോസ്റ്റർ കണ്ടില്ല. ഇതാണ് ഇവിടെ റബ്ബർ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 10 രൂപ അല്ല, 10 രൂപയെങ്കിൽ 10 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ. ഞങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ 10 ഞങ്ങൾ ചെയ്തല്ലോ. അതാണ് വെല്ലുവിളി. സുരേഷ് കുമാർ, ഞാൻ തിരിച്ചു വരാം. നോബൽ മാത്യു, അനിൽ ആന്റണിയെ കൊണ്ട് തെരഞ്ഞെടുപ്പിന് ഇറക്കുമ്പോൾ അനിൽ ആന്റണി വന്നിരിക്കുന്നത് കൈപ്പത്തി കുത്താൻ വേണ്ടി പറയാൻ വേണ്ടിയാണോ എന്നൊരു സംശയം സ്വാഭാവികമായും ഈ AK ആന്റണിയെ സ്നേഹിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവൂലേ? മൈക്ക്. അങ്ങനെയൊരു സംശയം ആന്റണിയെ സ്നേഹിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവൂലേ? സാധ്യതയില്ല. കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ച് BJP തിരുത്താൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഞങ്ങളുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ചില വ്യവസ്ഥകളുണ്ട്. കോൺഗ്രസ്സായിരിക്കണം, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനായിരിക്കണം, പഴയ കൈപ്പത്തി കുത്തി ശീലിച്ചിരിക്കണം. ഒരു മിനിറ്റ്, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം അദ്ദേഹം കേരള കോൺഗ്രസ് ആയിരുന്നു.
ഞാൻ 10 വർഷം മുമ്പ് BJP ചേർന്ന ആളാണ്. ഇതുകൊണ്ടൊന്നും തളരരുത് നോബിളെ. പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതൊക്കെ സ്വാഭാവികം. അല്ല, പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറുന്നത് ഓഫീസ് തന്നെ മാറിപ്പോയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ. പാർട്ടി ഓഫീസ് പാർട്ടി മാറാത്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഈ പറയുന്ന CPM-കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ മാറ്റിയെടുത്തിട്ടില്ല. നമ്മൾ 3 പേരല്ലേ ഇവിടെ? ഞാനുണ്ട്. CPM-കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഞങ്ങൾ BJP എന്ന പ്രസ്ഥാനത്തിൽ അല്ല സാർ, ജോസ് കെ മാണി ഇപ്പൊ LDF ക്യാമ്പിലാണല്ലോ. അതെ, പറഞ്ഞോ. അവരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കേരള കോൺഗ്രസ് ആയിരുന്നപ്പോ നേരത്തെ CPM-ന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കേരള കോൺഗ്രസ് ആണോ സുഖം, BJP ആണോ സുഖം എന്നൊരു ചോദ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഞാനത് ചോദിക്കുന്നില്ല. അല്ല, ഈ അനിൽ ആന്റണിയെയും പത്മജിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതെങ്ങനെ എവിടെ നിന്ന് കിട്ടി, ആര് പറഞ്ഞു ഈ ഐഡിയ എന്നുള്ളതാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതിന് ഞാൻ ഉത്തരം സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് AK ആന്റണി പറയാറുണ്ട്. ഈ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ഏത് കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്തിയാലും ജയിക്കും എന്നുള്ള ധാരണ വേണ്ട എന്ന് പറഞ്ഞു. ഈ കുറ്റിച്ചൂൽ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ തൂത്ത് ആദ്യമേ ചൂല് നല്ലതായിരിക്കും, തൂത്ത് അവസാനം കുറ്റിയാകുമ്പോഴാണ് ചൂലെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആന്റണിയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. തൂത്ത് കുറ്റിച്ചൂലായി. ആ കുറ്റിച്ചൂല് ഇപ്പൊ കോൺഗ്രസ് അത് ഈർക്കിലല്ല നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി, പല കാര്യങ്ങളിലും നോക്കി നല്ല വിദ്യാസമ്പന്നനായ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടന്ന സ്ഥാനാർത്ഥി, ഡൽഹിയിൽ ചെന്നാൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടന്ന സ്ഥാനാർത്ഥി. അത് പലരും BJP-യിലേക്ക് വന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. അത് ഞങ്ങൾ സ്വീകരിക്കും. അത് ഞങ്ങൾ അവരെ കരുത്തനാണ് അനിൽ ആന്റണി കരുത്തനാ. ആ കാര്യത്തിൽ ആർക്കാ സംശയം? പിന്നെ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നും നോക്കിയല്ല. ഈ തെരഞ്ഞെടുപ്പിന് അന്തർദേശീയമായും ദേശീയമായും പ്രാദേശികമായും പ്രസക്തിയുണ്ട്. അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്. അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന, താങ്കളെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നതാണ് അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത്. ഇനിയും തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പ് അന്നും BJP തന്നെ ജയിക്കും. അന്ന് കോൺഗ്രസിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നു, നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ 400+ ലക്ഷ്യമിടുക. 370 ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ശ്രീലങ്കയെ കൂടെ കൂട്ടുവോ? അല്ല, ശ്രീലങ്കയൊന്നും കൂട്ടണ്ട. ഇന്ത്യ രാജ്യത്ത് പരമാവധി കിട്ടാവുന്ന കഴിഞ്ഞ തവണ പിടിച്ചു. അല്ല, പരമാവധി കേരളത്തിൽ 2 അക്കം കടക്കുമെന്ന് പറഞ്ഞു. കേരളത്തിൽ 2 അക്കം കടക്കുമെന്ന് പറഞ്ഞതിന്റെ ഒരു സംശയം. ഈ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള UDF-ന് സാധ്യതയുണ്ടെന്ന് നിങ്ങൾ തന്നെ കരുതുന്ന ചില മണ്ഡലങ്ങളെ, ആ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന MP-മാർ BJP വരും എന്നുള്ളത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ. അല്ല, അത് ചിലപ്പം വരുമല്ല. ഇപ്പൊ ആന്റണി ഇവിടുന്ന് ജയിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ തോമസ് ഐസക് ജയിച്ചാൽ, നിങ്ങൾ ആർക്കും പറയാനൊക്കും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞങ്ങളോട് വരുമില്ല. തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ പത്മകുമാറെ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് അത് വരത്തില്ല. അതിനുള്ള കാരണം ഭാരതം 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ ആഗോള സാമ്പത്തിക ശക്തിയിൽ 11ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ ഭാരതം ആഗോള സാമ്പത്തിക ശക്തിയിൽ 5ാം സ്ഥാനത്തായിരിക്കും. പട്ടിണിയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ്. അല്ല, പട്ടിണിയുടെ കാര്യത്തിൽ നിങ്ങളുടെ കള്ളക്കണക്കുകളാണ്. പട്ടിണിയുടെ കാര്യത്തിൽ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ദിരാഗാന്ധി പണ്ട് പറഞ്ഞിരുന്നത്. അവരൊന്നും പട്ടിണി ഈ രാജ്യത്ത് ഇല്ലാതാക്കിയില്ല. പക്ഷേ ഭാരതം ലോകരാഷ്ട്രങ്ങളിൽ ചോദ്യം, അച്ഛാദിൻ വന്നു തുടങ്ങി. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷം കഴിഞ്ഞു, അമൃത വർഷം. ഇനി ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഭാരതം ലോകരാഷ്ട്രങ്ങളിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. അതോടൊപ്പം അടുത്ത 2047 മുമ്പ് ലോക പോലീസായി ലോകത്തിന്റെ ഉദാത്തവും ഉത്തുംഗവുമായ ശൃംഖത്തിൽ ഭാരതത്തെ പ്രതിഷ്ഠിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നയങ്ങൾക്ക് വോട്ട് കിട്ടും എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ നയങ്ങൾ കൂട്ടിട്ടു. ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പരമശിവന്റെ കഴുത്ത് എങ്ങനെയാ നീലിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈ അമൃതം എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ട് മറ്റേ പുള്ളിക്കാരത്തി കഴുത്തിലേറി പിടിച്ചതാണ്. മനസ്സിലായോ? ഈ അമൃത് കൊടുത്തൊരു പരുവായി മനുഷ്യൻ. ഇനി ആ സംശയം, ഇന്ത്യക്കാരൊരു പരുവായില്ലേ? ഇനി ആ അമൃത് കൊടുത്തു കളയരുത് കേട്ടോ. ഞാൻ അത്രേ പറയുന്നു. 15 ലക്ഷത്തിന്റെ അമൃത് ഞങ്ങൾ കിട്ടി. 15 ലക്ഷത്തിന്റെ അമൃത്. LDF വരും, എല്ലാം ശരിയാവും. എന്താ ശരിയായിരിക്കുന്നത്? ഇപ്പൊ ശമ്പളം കൊടുക്കാനുള്ള കാശുണ്ടോ? പെൻഷൻ കൊടുക്കാനുള്ള കാശുണ്ടോ? എന്നിട്ടല്ല ഇവര് പറയുന്നത് എല്ലാം ശരിയാവും.
കൊടുത്ത് ഇവിടെ പിടിച്ച അത് വേറെ കാര്യം. ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് വരാം. പക്ഷേ അതിന് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വന്ന പൂതനയുണ്ടല്ലോ, ശ്രീകൃഷ്ണനെ കൊല്ലാൻ വന്ന പൂതന, ആ പൂതനയുടെ വിഷം മുലയിൽ വെച്ച് കൊടുക്കാൻ വന്ന പൂതന, അതിന്റെ ചോര കുടിച്ചു മുഴുവൻ ആ പൂതനയെ നശിപ്പിച്ച നരേന്ദ്രമോദി, അതുപോലുള്ള ആളാണ് നരേന്ദ്രമോദി എന്ന് പറയാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റിനെയും നമ്മുടെ രാജ്യത്തിലെ രാജ്യവിരുദ്ധ ശക്തികളായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെയും ഭീകരവാദികൾക്ക് അനുകൂലമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും നശിപ്പിച്ചുകൊണ്ട് ഭാരതത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും നരേന്ദ്രമോദി. സംശയം വേണ്ട. ഞാൻ വോട്ടർമാരുടെ പ്രതികരണത്തിൽ വരാം. ആർക്കാണ് സാധ്യത? തോമസ് ഐസക്. എന്തുകൊണ്ട്? കാരണം കഴിഞ്ഞ 15 വർഷക്കാലം പത്തനംതിട്ട പ്രതിനിധീകരിക്കുന്ന ആന്റോ ആന്റണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യത്തെ പോലും ഇടപെട്ടിട്ടുള്ളതല്ല. ഒരു MP എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമാണ്. പക്ഷേ അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കുറെ സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം സംവാദങ്ങളിലും വാഗ്ദാനങ്ങളിലും മാത്രം ഒതുങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി. നമുക്കറിയാം ഈ പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, ശബരിമല അടക്കം, അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന വന്യമൃഗ ആക്രമണം ഉൾപ്പെടെ ഒരു വിഷയത്തിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം പോലും അദ്ദേഹം ജനങ്ങൾക്കിടയിലായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കല്യാണം കൂടാനും അതുപോലെ തന്നെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഒന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ വികസനം എന്ന് പറയുന്നത് വഴിനീളെ വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് വളരെ വലുപ്പത്തിൽ പ്രിന്റ് ചെയ്ത് വെക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ തണലിൽ ഈ ചൂടത്തൊക്കെ നിങ്ങളെ രക്ഷിക്കുന്നില്ലേ? അല്ല, ഈ ചൂടത്ത് വെയിറ്റിംഗ് ഷെഡ് അല്ല, ഒരു പാർലമെന്റ് MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ നാട് പ്രതീക്ഷിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഈ 15 വർഷം കൊണ്ട് വെയിറ്റിംഗ് ഷെഡ് പണിയാൻ ഏതായാലും ഇവിടുത്തെ ഒരു നിസാര ഒരു സംഘടന വിചാരിച്ചാൽ അത്തരം 1000 വെയിറ്റിംഗ് ഷെഡ് ഇവിടെ പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട പണിയാണോ MP ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അവിടുത്തെ അവസ്ഥ എങ്ങനെയാ? പത്തനംതിട്ടയിൽ മാറ്റം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ നാടിനെയും ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്റോ ആന്റണി എന്ന വ്യക്തി. കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഇദ്ദേഹത്തെ പത്രമാധ്യമങ്ങളിൽ പോലും ഒന്ന് കാണുന്നത്. അതായത് പക്ഷെ നിങ്ങളുടെ ഇടയിലുണ്ടെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലുണ്ട്. കഴിഞ്ഞ നമ്മളെ പ്രളയത്തിന്റെ സമയത്ത് റാന്നിയിൽ ഒരു കെട്ടിടത്തിന്റെ മണ്ടയില് വെള്ളയിട്ട് കുറെ ആളുകൾ നിന്ന് അക്കൗണ്ടത്തെ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. താഴെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കണ്ടുകൊണ്ട് നേതൃത്വം കൊടുത്തു. മേളിൽ നിന്ന് താഴെ കഷ്ടപ്പെട്ട് അന്ന് അവിടുത്തെ MLA ആയിട്ടിരുന്ന രാജു അബ്രഹാമിന്റെ നേതൃത്വത്തില് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോ മേളിൽ നിന്ന് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഹൈമാസ്റ്റ് ലൈറ്റ് പോലെ എപ്പോഴും ഏറി കിടക്കാനാണ് ആ MPക്ക് യോഗ്യത. ഹൈമാസ്റ്റ് ലൈറ്റ് പോലെ ഏറി കിടക്കാനോ? അത് വല്ലാത്ത ട്രോളായി പോയി. അപ്പൊ വെളിച്ചം കൊടുക്കും. പിന്നെ ഹൈമാസ്റ്റ് ലൈറ്റ് പോലെ വെളിച്ചം കൊടുക്കുന്നത് വേണമെങ്കിൽ പറയാം. അല്ലല്ല, ഈ വെളിച്ചം കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ പെട്ടെന്ന് ഇരുട്ടിലാക്കാണ്. നമുക്ക് കണ്ണ് കാണത്തില്ല ഈ ഒത്തിരി വലിയ വെളിച്ചം വരുമ്പോഴേ. നമ്മുടെ കണ്ണിന്റെ നമുക്ക് ഇരുട്ട് നൽകാനാണ് അദ്ദേഹം വെളിച്ചം നൽകിക്കൊണ്ട്. ആന്റോ ആന്റണിയെ പത്തനംതിട്ടക്കാർക്ക് ഇഷ്ടമാണെന്നാണല്ലോ കോൺഗ്രസ്സുകാർ പറയുന്നത്. അത് അവര് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നിയമം, അതായത് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയപ്പോഴ് അതിനെതിരെ ശബ്ദിച്ചത് കേരളത്തിൽ നിന്നുള്ള ഏക MP അല്ല, അതിൽ കോൺഗ്രസ്സുകാർ ശബ്ദിച്ചു. CAയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് NIA ആയിരിക്കും. NIA വന്നപ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ സംസാരിച്ചു? ഭേദഗതി വന്നപ്പോൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതാണ് സംഭവം. പ്രസ് ക്ലബില് ആന്റോ ആന്റണി സംസാരിച്ചു. അവിടെ പത്രമാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പപ്പപ്പ അടിക്കുകയാണ്. നമ്മുടെ അഭിനേതാവായ തിലകൻ പോലും അത്രയും പപ്പപ്പ അടിക്കത്തില്ല. അതിനെക്കാട്ടിലും അദ്ദേഹം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പപ്പപ്പ അടിക്കുന്നത് ഈ നാട്ടുകാർ കണ്ടതാണ്. മനുഷ്യനല്ലേ, ഓർമ്മക്കുറവായിരിക്കും. അങ്ങനെയുള്ള ഓർമ്മക്കുറവുള്ള വീട്ടിൽ ഇരിക്കട്ടെ. അതാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു കൗൺസിൽ ഉണ്ടല്ലോ. എന്താണ് സംഭവിച്ചത് ആന്റോ ആന്റണിക്ക്? ആന്റോ ആന്റണിക്കെതിരെ ഒരു വിരുദ്ധ വികാരം ഉണ്ടെന്നാണല്ലോ ആ ചേച്ചി പറയുന്നത്. ആന്റോ ആന്റണിക്കെതിരെ യാതൊരു വിരുദ്ധ വികാരങ്ങളും ഇല്ല. ഇന്ത്യയിലെ ഒരു MP എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ 3 കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മലയോര ഹൈവേ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊണ്ടുവന്നതാണോ 3 കേന്ദ്രീയ? കഴിഞ്ഞ 5 വർഷം കൊണ്ടല്ല, ധാരാളം വികസന പ്രവർത്തനം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ 3 കേന്ദ്രീയ വിദ്യാലയങ്ങൾ വന്നു. പത്തനംതിട്ടയിൽ 3 വർഷം കൊണ്ടാണോ കേന്ദ്രീയ വിദ്യാലയങ്ങൾ? ഏതൊക്കെയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ? ഏതൊക്കെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ? എവിടെയൊക്കെ? 2019-2024 കാലയളവിൽ 3 കേന്ദ്രീയ വിദ്യാലയങ്ങൾ വന്നു. എവിടേക്കാ? എവിടെ കേരളത്തിന് പുറത്ത്? ഈ ചെന്നൈക്കരയുണ്ട്, കോന്നിയുണ്ട്. ആമ്പിള്ളാര് പ്രവർത്തിച്ചിട്ടാ കൊണ്ടുവന്നേ. അല്ല, 19-24 അല്ല, 19-24 ചെന്നീർക്കരയിലെ കേന്ദ്രീയ വിദ്യാലയം. വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടില്ല. ഇതാണ് പറയുന്നത്. ഇതാണ് യാതൊരു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിന്നെ ഇവിടെ തോമസ് ഐസക് മത്സരിക്കും
ജയിക്കുന്നല്ലോ. തോമസ് ഐസക് മത്സരിച്ച് ജയിച്ച കേന്ദ്രത്തിൽ ചെന്നാൽ തോമസ് ഐസക് ജയിച്ചിട്ട് കേന്ദ്രത്തിൽ ചെന്നാൽ അവിടെ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ മാത്രമേ ക്ഷണിക്കത്തുള്ളൂ. കോൺഗ്രസിനെ മാത്രമേ ക്ഷണിക്കുള്ളൂ. കേരളത്തിൽ ഇവിടെ നോക്കിക്കേ, തോമസ് ഐസക് വന്നു, ഇവിടെ കിഫ്ബി കൊണ്ടുവന്നു, ദാണ്ട് ഒരു മേൽപ്പാലം കിടക്കുന്നു, ദാണ്ട് സ്റ്റേഡിയം കിടക്കുന്നു. ഈ കിഫ്ബി കൊണ്ടുവന്നിട്ട് അവരുടെ തന്നെ പണം, അവരുടെ കയ്യിൽ തന്നെ പണം ചെല്ലത്തിൽ ഊരാളുങ്ങൾ സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നത്. ഇവിടെ ഇവര് സാധാരണക്കാരന്റെ പേര് പറഞ്ഞു വന്നല്ലോ. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലംസം ഗ്രാന്റ് കൊടുത്തിട്ട് എത്ര നാളായി? എന്താ ഇവർ ചെയ്യുന്നത്? ആന്റോ ആന്റണി സമരം ചെയ്തോ? ആന്റണി അടക്കം സമരം ചെയ്തല്ലോ. ചോദിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, സമരം ചെയ്തില്ലേ? എന്തോ ചേച്ചി നേരത്തെ പറഞ്ഞു ഈ ആന്റോ ആന്റണി മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്നാണല്ലോ പറയുന്നത്. അവിടെ ആ ചേച്ചി പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല, ഹൈമാസ്റ്റ് ലൈറ്റ് പോലെ കാര്യങ്ങളൊക്കെ നോക്കൂന്നാ പറഞ്ഞത്. എന്താണ് ഒരു നിമിഷം പത്മകുമാർ സാർ, ഒരു നിമിഷം പത്മകുമാർ, ഞാൻ വരാം. നോക്കൂ, താങ്കൾ പറയൂ, ആന്റോ ആന്റണി മണ്ഡലത്തിൽ കൊണ്ടുവന്ന 2 നേട്ടങ്ങൾ പറയൂ. അല്ലാതെ ഏതൊക്കെ? 2 പറയൂ. ഇവിടെ സൂചിപ്പിച്ചല്ലോ, കേന്ദ്രീയ വിദ്യാലയം ഒരു ജില്ലയ്ക്ക് 1 മാത്രം കിട്ടുന്നിടത്ത് 3 കൊണ്ടുവന്നു. ശരിയാണോ? കേന്ദ്രീയ വിദ്യാലയം 3 കൊണ്ടുവന്നു പത്തനംതിട്ടയിൽ. എല്ലാ ജില്ലയ്ക്കും 1 കിട്ടുമ്പോ പത്തനംതിട്ടയ്ക്ക് 3. ഇവിടെ പത്തനംതിട്ടയ്ക്ക് മാത്രമല്ല, ഇവിടെ ഭാരതത്തിൽ മൊത്തം നേഴ്സുമാരുടെ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ച ഏക എംപി ആന്റോ ആന്റണിയാണ്. പാസ്പോർട്ട് കേന്ദ്രം. അതുപോലെ തന്നെ പാസ്പോർട്ട് കേന്ദ്രം വരുന്നത് എപ്പോഴാ? പാസ്പോർട്ട് കേന്ദ്രം എവിടെ പോയി? പാസ്പോർട്ട് കേന്ദ്രം എവിടെ പോയി? എവിടെ പാസ്പോർട്ട് ഇവിടെ ഉണ്ടോ? പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇവിടെ ഉണ്ട്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇവിടെ ഉണ്ട്. നിർത്തിയില്ലേ? തുടങ്ങിയില്ലേ? തുടങ്ങി. തുടങ്ങിയത് പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങിയത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. റേഡിയോ കേന്ദ്രം ഇവിടെ കൊണ്ടുവന്നു ആന്റോ ആന്റണിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഭാരതത്തിലെ മയക്കുമരുന്ന്, അതായത് ഇന്ന് കിട്ടാത്ത പാൻപരാഗ് അവിടെ പാർലമെന്റിൽ ശബ്ദമുയർന്നത് ആന്റോ ആന്റണിയാണ്. അത് കൊണ്ടുവരാനോ? കൊണ്ട് നിർത്തലാക്കി ആന്റോ ആന്റണി മാത്രമാണ്. പോസ്റ്റ് ഓഫീസ് അറിയാമോ? പോസ്റ്റ് ഓഫീസ് അറിയാമോ? പോസ്റ്റ് ഓഫീസോ ഞങ്ങൾക്കറിയാം. ആർന്നറിയത്തില്ല, ഞങ്ങൾക്കറിയാം. അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം ആന്റോ ആന്റണി മികച്ചു നിന്നു അല്ലെ? അതിന് മറുപടിയാണ് ഇത് പറയുന്നത്. പത്മകുമാർ, ആദ്യം ഞാൻ പത്മകുമാറിൽ നിന്ന് വരാം. കാര്യം പത്മകുമാർ സ്പെസിഫിക് ചോദിച്ചു പറഞ്ഞു പോകാം സാറേ. 3 കാര്യങ്ങൾ. 1, കേന്ദ്രീയ വിദ്യാലയം 3 കൊണ്ടുവന്നത് ആന്റോ ആന്റണിയുടെ ഇടപെടൽ മൂലമാണ്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ആദ്യം ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു, തോമസ് ഐസക് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും BJP-യിൽ വരത്തില്ല എന്ന് പറയാൻ ഒക്കുവാ. കല്ലുമേ കടിക്കാൻ നോക്കരുത്. ഒന്ന്, അതിനുണ്ടാകുന്ന അനുഭവം എന്താന്നുള്ളത് മനസ്സിലാവും. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ 5 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ആർ ശങ്കർ, കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി. ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ, കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. ഇനിയിപ്പൊ ചാണ്ടി ഉമ്മനോ മറ്റേ അച്ചു ഉമ്മനോ മാത്രമല്ലേ ഉള്ളൂ. അതുകൂടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അത് വെച്ചിട്ട് കോൺഗ്രസ്സുകാരനെ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ വിലയിരുത്തരുത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഇതിനിടയ്ക്കൊരു വർത്താനം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരാണ് കുഴപ്പം. ഞങ്ങൾ കുഴപ്പമാണ്. ഞങ്ങൾ ഈ നാടിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി ശ്രമിക്കും. ഈ രാജ്യത്തെ മതവിഭാഗത്തെ, മതന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ ഒറ്റയാളെ ഉള്ളെങ്കിലും അവസാനത്തെ ആളിന്റെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടും. അതാണ് CPM. ആ CPM-ന്റെ വ്യക്താവാണ് തോമസ് ഐസക്. ഇവിടെ ഇന്നലെ വന്ന് കയറി, ഇന്നലത്തെ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. അറിയത്തില്ല അദ്ദേഹത്തെ. ഞാൻ ചോദിക്കട്ടെ, വരട്ടാർ എന്ന് പറയുന്ന ഒരു നദിയുണ്ടല്ലോ, ആ വരട്ടാറിന്റെ പുനർജീവനത്തിന് വേണ്ടി 2019 ബഡ്ജറ്റിൽ പൈസ വെച്ചു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി പുഴ നടത്തി ആ വരട്ടാറിനെ പുനർജീവിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തി. അതേപോലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 15 വർഷക്കാലം. വരട്ടാറിന്റെ അവസ്ഥ എന്താണെന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു. വരട്ടാറിന്റെ അവസ്ഥ എന്താണ്? വരട്ടാറിന്റെ അവസാനം അവിടെ കുറെ കോൺഗ്രസ്സുകാർ കുറെ മാലിന്യം വിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആന്റോ ആന്റണി മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ള ആരോപണം നിങ്ങൾക്കില്ല. ആന്റോ ആന്റണി എന്ത് കാര്യമാണ് ചെയ്തത്? ഇവിടെ ഞാൻ കേന്ദ്രീയ വിദ്യാലയം, പാസ്പോർട്ട്, റേഡിയോ, ബസ് സ്റ്റാൻഡുകൾ. പറയട്ടെ അരുണേ, ഞാൻ ചോദിക്കട്ടെ, ആ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? വേണ്ട പാലം പണി ഇപ്പൊ തീരും. ഇതേ 2 വർഷത്തിനകം തീർത്തിരിക്കും. 2 വർഷം തീർക്കും.
അബാൻ മേൽപ്പാലം അല്ല, കോട്ടയത്തൊരു മേൽപ്പാലം കിടപ്പുണ്ട്, തിരുവഞ്ചൂരിന്റെ മേൽപ്പാലം. ഇങ്ങോട്ട് വരണ്ട. ശരി, ആ. ഇവിടെ MLA ഉണ്ട്. പറഞ്ഞോ സുരേഷ് കുമാർ പോവാൻ വേണ്ടിയിട്ടാണ് ചർച്ച അല്ല പറഞ്ഞോ, അതായത് ആവേശത്തിലുള്ളതാ പറഞ്ഞോ. MLA ഉണ്ട്. ആ. MLA എല്ലാ ഇലക്ഷൻ ആകുമ്പോഴും പറയും മേൽപ്പാലം വരും, മാരാമൺ വരും, മറ്റേ ജനറൽ ആശുപത്രി വരും. നാണമില്ലയോ? അവരായിട്ട് വികസനം ചോദിക്കുന്നത്. 6 വർഷമായി മാരാമൺ പാലം 2 തൂണ നിൽക്കുക. ഗ്രൗണ്ടിന്റെ കാര്യം പറ. ഇവിടെ ഒരു മേൽപ്പാലം 3 വർഷമായി മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നല്ലോ. ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. ഗ്രൗണ്ടിന്റെ കാര്യം പറ. ഇലക്ഷൻ അടുത്ത പരിപാടി, ഗ്രൗണ്ടിന്റെ കാര്യം പറ. അടുത്ത പരിപാടി സ്റ്റേഡിയം വരാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഇത്രയും നാൾ അനക്കമില്ലായിരുന്നു. മിനിഞ്ഞാന്ന് വന്ന് കല്ലിടാൻ വന്നിരിക്കുന്നു. നാണമില്ല ഇവർക്ക്. ആന്റോ ആന്റണി എന്ത് ചെയ്യുന്ന ഇവര് പറയുന്നത് ആന്റോ ആന്റണിയെ മണ്ഡലത്തിൽ കാണാനില്ലായിരുന്നു, കല്യാണത്തിനും മരിപ്പിനും മാത്രം വരുന്ന MP ആണെന്നാണ് പറയുന്നത്. അവരുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പം കാണും. അതുകൊണ്ട് 4ാമത്തെ വർഷം ആന്റോ ആന്റണിക്ക് ആന്റോ ആന്റണി എന്തൊക്കെ ചെയ്യുന്നുള്ള ഇവരെ 2-3 ദിവസം കഴിയുമ്പോൾ അവരുടെ വീടുകളിൽ ഞങ്ങൾ സാധനം എത്തിക്കാം, ഒരു പുസ്തകം എത്തിക്കും. അത് വായിച്ചാൽ പഠിച്ചാൽ മതി. മനസ്സിലായോ? ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ആന്റോ ആന്റണി ചെയ്തില്ല. ആന്റോ ആന്റണി ചെയ്യാതെ പിന്നെ എങ്ങനെ ജയിക്കുന്നത്? എങ്ങനെയാ ഓരോ വർഷം ജയിക്കുന്നത്? എങ്ങനെ ആന്റോ ആന്റണി? നാണല്ലേ നിങ്ങൾ ചോദിക്കാൻ? 3 തവണ ജയിച്ചു. ആന്റോ ആന്റണി മണ്ഡലത്തിൽ സജീവമായിരുന്നു, വളരെ സജീവമല്ലേ. ഒറ്റ ചോദ്യം നേരത്തെ നോബിൾ ചോദിച്ചല്ലോ, ആന്റോ ആന്റണി ജയിച്ചു വന്നാൽ നാളെ ഈ കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തില്ലെന്ന് എന്താ ഉറപ്പ്? മോദിയുടെ കീഴിൽ രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ കീഴിലോ സത്യപ്രതിജ്ഞ ചെയ്യും. അല്ല, അങ്ങനെ ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ മോഡിയുടെ കീഴിൽ ആന്റോ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവശ്യം ചോദ്യത്തിന്റെ മുമ്പിൽ ഒന്ന് തപ്പി. NIA വിഷയമടക്കം ഇത്രയും രാജ്യമാകെ കാത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കിരാത നിയമത്തിൽ വോട്ടിടാൻ പോലും ആന്റോ ആന്റണിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു വീഴ്ചയല്ലേ? അരുണേ, നിങ്ങൾ ഈ പറയുന്നത് വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലേക്ക് പോവാ. ആവശ്യമില്ലാത്ത ചോദ്യം. ലോകസഭയിൽ ഒരു വർഷം 2000 പേര് ലോകസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചോദ്യം ചോദിക്കുകയും ചെയ്ത ആന്റോ ആന്റണിയാണ്. 1625 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. NIAക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് വോട്ടിട്ടില്ല? ആര് വോട്ട് ചെയ്തില്ലെന്നാ? ആന്റോ ആന്റണി. ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അതിനു വേണ്ടി നിന്നിട്ടുണ്ട്. വോട്ടിടാത്ത എന്തുകൊണ്ടാ? വോട്ട് ചെയ്തില്ലെന്ന് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ വോട്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ വ്യക്തമായി കോൺഗ്രസ് ഭേദഗതിക്ക് പ്രസീതില്ല. കോൺഗ്രസിന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുമ്പോ അത് അങ്ങ് അറിഞ്ഞിരിക്കണമല്ലോ. NIAയുടെ കാര്യത്തിൽ കോൺഗ്രസ് ആന്റോ ആന്റണി വോട്ട് ചെയ്തില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. അപ്പൊ നോക്കൂ, രാജ്യത്തെ ബാധിക്കുന്ന ഒരു കിരാത നിയമം ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ മുസ്ലിം യുവാക്കളെ അടക്കം ശബ്ദം ഉയർത്തിയാരാ? ആന്റോ ആന്റണിയാണ് ശബ്ദം ഉയർത്തിയത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ആളുകളെ വെച്ച് മാർച്ച് നടത്തിയത് ശ്രീ ആന്റോ ആന്റണിയാണ്. മനസ്സിലായില്ലയോ? NIAയുടെ വിഷയം വരുമ്പോൾ ആന്റോ ആന്റണി ഒന്ന് പതറുന്നുണ്ട്. ഒരു പതറത്തിൽ ആന്റോ ആന്റണിക്കില്ല. ആന്റോ ആന്റണി ആന്റോ ആന്റണി എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ സഹായിക്കണം, മതേതരത്വം കൂടി തന്നെയാണ് ആന്റോ. പക്ഷേ തല ഉയർത്തുന്നത് വോട്ട് ചെയ്തില്ലല്ലോ NIAയുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഉൾപ്പെടെയുള്ള ശക്തമായ പോരാട്ടം നടത്തുവാൻ തയ്യാറായത് ആന്റോ ആന്റണി തന്നെയാണ്. അല്ല, NIA മാത്രം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകുന്ന എന്തുകൊണ്ടാണ്? അത് വോട്ടിടാത്ത അതൊരു വലിയ ബുദ്ധിമുട്ടാ. അത് ബുദ്ധിമുട്ടാ. ഒരു ബുദ്ധിമുട്ടുമില്ല. ആന്റോ ആന്റണി പ്രഗത്ഭനായ ഒരു MP ആണ്. അദ്ദേഹമാണ് ഇന്ന് 20,000 രൂപ നേഴ്സുമാർ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അത് ചർച്ചയിൽ കൂടി മാത്രമാണെന്നൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ. NIAയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയില്ല? ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. കോൺഗ്രസ് പ്രവർത്തകർക്ക് NIAയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. സുരേഷ് കുമാർ, താങ്കൾക്ക് ആശങ്കയുണ്ടോ? പക്ഷേ ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് അങ്ങനെയല്ല ഉദ്ദേശം പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CA ആണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ആ CAയുടെ പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തമായി നിൽക്കുകയാണ്. മുൻപിലുണ്ട്. ആന്റോ മുമ്പിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിലെ പ്രതിഷേധ യോഗം പോലെ വലിഞ്ഞു നിൽക്കുകയാണെന്നൊരു സംശയമുണ്ട്. അതൊക്കെ ആളുകള് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാ. ആന്റോ ആന്റണി എന്തിനാ അദ്ദേഹത്തിന് വലിഞ്ഞിരിക്കുന്ന കാര്യം? NIAയുടെ കാര്യത്തിലുള്ള സംശയം ഞങ്ങളുടെ പ്രഖ്യാപിത നയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം മതേതരത്വം കാത്തുസൂക്ഷിക്കുക, എല്ലാ മതവിഭാഗങ്ങളെ ഒന്നായി കാണുക, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് ആന്റോ ആന്റണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, പത്മകുമാർ, അതാണ് ആന്റോ ആന്റണിയുടെ കാര്യം. NIA കുറിച്ച് പറയരുത്. എന്താണെന്നറിയാമോ?
രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് വിട്ടിട്ടാണ് പോയത്. ഒന്ന് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, നാം ഈ കോറിയുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ, BJP 5271 കോടി എന്നാണല്ലോ ഇത് തന്നെ പറഞ്ഞു, ബാങ്ക് തന്നെ പറഞ്ഞത്. അതേ സ്ഥാനത്ത് 952 കോടിയാണ് കോൺഗ്രസിന്റെ കണക്ക്. നമ്മളല്ലേ വാങ്ങിക്കാതിരുന്നിട്ടുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ 2000 ജില്ലാനും ചോദ്യം എന്തോ അദ്ദേഹം ചോദിച്ചെന്ന് പറഞ്ഞു. ചിലപ്പോ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തിന്റെ ഹാജർ 82% ആണ്. നിയമനിർമ്മാണ ചർച്ചയിൽ ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം പങ്കെടുത്തത് 5 ചർച്ച മാത്രമാണ്. ഇത് പാർലമെന്റിന്റെ കണക്കാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തു. അതുപോലെ ഞാൻ പറയട്ടെ, 1.5 ചർച്ച, അതൊന്നും പറയാതിരിക്കുക ബുദ്ധി. പിന്നെ ശൂന്യവേളയിലെ ചർച്ച 27 മാത്രമേ നടത്തിയുള്ളൂ. റൂൾ 377 എത്രയാ പങ്കെടുത്തത്? 15 മാത്രമാണ്. 193 പൂജ്യമാണ്. അറിയാമല്ലോ അങ്ങേക്ക്. അപ്പം ഞാനിത് പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ വന്ന് വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ 15 വർഷക്കാലം MP എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ആന്റോ ആന്റണി എന്ന് പറയുന്ന വ്യക്തി എന്ത് കാര്യം ചെയ്തു എന്ന് വ്യക്തമാക്കാതെ ഒരു മിനിറ്റ് മനുഷ്യൻ നേരിട്ട് കാണുന്നു. ഇപ്പൊ ശബരിമലയുടെ കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ആ ശബരി റെയിൽ എന്താ 25 വർഷമായല്ലോ തുടങ്ങിയിട്ട്? വന്യമൃഗത്തിന്റെ ശല്യം തുടങ്ങിയിട്ട് ഇത്രയും കാലമായല്ലോ. മനുഷ്യനേക്കാൾ വലുത് മൃഗമാണ്. നിങ്ങളുടെ പഴയ മേനകാ ഗാന്ധി ഉൾപ്പെടെയാണ് നിങ്ങളുടെ കേരള സർക്കാർ കേന്ദ്രത്തിന് കൊടുക്കേണ്ടുന്ന പൈസ കൊടുക്കാത്തത് കൊണ്ടാണ്. അതെ അത് പുതിയ കണ്ടുപിടുത്ത ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. കേരള പൈസ കൊടുക്കുന്ന റെയിൽവേ വരെ കേന്ദ്ര റെയിൽവേയുടെ പൈസ ഫണ്ട് വെക്കുന്നതിനനുസരിച്ച് കേരള സർക്കാരും പൈസ വെക്കണം. കേരള സർക്കാർ എത്ര പൈസ വെച്ചിട്ടുണ്ട്, എന്ത് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്? അല്ല, ഞങ്ങൾ ഇവിടെ ഇതൊക്കെ എന്താണെന്നറിയാം. ഞാൻ പറഞ്ഞു ഒറ്റവാക്കി തീർത്തോളാം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹളം വെക്കാൻ വേണ്ടിയിട്ട് ആളിനെ കൊണ്ടുവന്നിട്ട് കാര്യം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയണം. തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്താ? മുറുക്കാങ്കട പോലെയല്ലേ ഇരിക്കുന്നത്? എത്ര വർഷമായി? നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയണ്ടേ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഈ പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. അവിടെ പോയി നോക്കണം അവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത്. ഒന്നും പറയാനില്ല. അവിടെ എന്താ വെറും നാരങ്ങ വെള്ള കച്ചവടം നടത്തുന്ന ഒരു കടയുടെ വലിപ്പം പോലും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത് അവിടെ. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി അവിടെ ഒന്ന് ട്രെയിൻ നിർത്തണമെന്ന് പറയാൻ അങ്ങയുടെ MP നാക്ക് പൊങ്ങിയോ? ഈ ശബരിമലക്കാരുടെ കാര്യം ഉപയോഗിച്ച് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചല്ലോ. ഇവിടെ ശബരിമലയെ പറ്റി ഇപ്പോൾ വളരെ മോശമായിട്ട് പറഞ്ഞു. ഏതായാലും ഒരു മോശപ്പെട്ട കാര്യം എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അതും പറഞ്ഞിട്ടാണല്ലോ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ വോട്ട് പിടിച്ചത്. ഒറ്റ വാചകത്തിൽ തിരുവല്ലയുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന് മാത്രം എനിക്ക് നോബിലേക്ക് പോകണം. തിരുവല്ല റെയിൽവേ സ്റ്റേഷനെ ആധുനികവൽക്കരിക്കുന്നതിനായിട്ട് 12.4 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന് രേഖയുള്ളതാ, അല്ല ചുമ്മാതെ. 12 കോടി അനുവദിച്ചിരിക്കുന്നത് 17 കോടിയേ ഉള്ളൂ. 12.4 കോടിയിൽ 12 കോടി അനുവദിച്ചോ? അതിന്റെ അകത്ത് നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നു. 85 ലക്ഷം രൂപ പെൻഡിംഗ്. അതോടൊപ്പം 1 കോടി രൂപ എക്സലേറ്റർ സ്ഥാപിച്ചു, 80 ലക്ഷം രൂപ സ്ഥാപിച്ചു, ലിഫ്റ്റ് സ്ഥാപിച്ചു, 85 ലക്ഷം രൂപയാണ് സ്ഥാപിച്ചു. പത്തനംതിട്ടയിൽ FM റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഈ നേരത്തെ MM എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഭരണിക്കാവ് മുണ്ടക്കയം ദേശീയപാത, അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി 85.18 കോടി രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ചു. 17 കോടിയോ എംപിക്കുള്ളൂ അല്ലെന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വാങ്ങിയ പണമാണ്. എംപിയുടെ ഫണ്ട് മാത്രം ഉപയോഗിച്ചാൽ ആരിഫിൽ 76 ലക്ഷം ബാക്കിയുണ്ട്. ആലപ്പുഴയിൽ 76 ലക്ഷം ആരിഫും ബാക്കിയിട്ടുണ്ട് സാർ. ഒരു നിമിഷം. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് എംപിയുടെ കാര്യമാണ്, ആന്റോ ആന്റണിയുടെ കാര്യമാണ്. 85 ലക്ഷം പക്ഷേ അത്ര വലിയ തുകയൊന്നുമല്ല, മിച്ചം കിടക്കുക അവിടെ. പക്ഷെ ബാക്കി 16 കോടി 15 ലക്ഷം രൂപ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. ശരി, ഇതാ വരുന്നു നോബൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ്. അനിൽ ആന്റണി വിജയിച്ചതുകൊണ്ട് പത്തനംതിട്ടക്കാർക്ക് എന്തോ നേട്ടം? നല്ല ചോദ്യം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട പത്മമാറിയേട്ടനെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കുറെ പേര് BJP-യിൽ നിന്ന് വരും ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ അവരെ ആരെയും വർഗീയ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പറഞ്ഞു. ഇതിന് ഒരു ഉദാഹരണം, നമ്മുടെ ഭാരതത്തിൽ ആരൊക്കെ എവിടെയൊക്കെ ശിഥിലീകരണ ഛിദ്രശക്തികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെ ആ ശിഥിലീകരണ ഛിദ്രശക്തികളാൽ തന്നെ തീർന്നിട്ടുണ്ട്. അതിന് പ്രഥമ ഉദാഹരണമാണ് ഇന്ദിരാഗാന്ധി. പഞ്ചാബ് നമ്മൾ കേട്ടിട്ടുണ്ട് 5 നദികളുടെ സംഗമസ്ഥാനം.
പാഞ്ചാലി നടന്നു നീങ്ങിയ നാട് പഞ്ചാബ്. പഞ്ചപാണ്ഡവന്മാർ ഐതിഹാസികമായ യുദ്ധം നയിച്ച മഹാഭാരത നിക്ക് പറയട്ടെ. അതുപോലെ കൊലമരത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ പോലും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചുകൊണ്ട് കൊലമരത്തെ പോലും രോമാഞ്ചമണിയിച്ച ധീര ദേശാഭിമാനിയായി ബ്രിട്ടീഷുകാരന് വേണ്ടി അതുകൊണ്ട് ഇപ്പോൾ അഭിമന്യു എന്നൊരു ചെറുപ്പക്കാരൻ കുത്തിയിട്ട് മരിച്ചു. ഇന്ന് വരെ അഭിമന്യുവിന്റെ ആ ചങ്കിലേക്ക് കത്തി കുത്തി കയറ്റിയ ഒന്നാം പ്രതിയെ പിടിച്ചിട്ടില്ല. ഒന്നാം പ്രതിയെ പിടിച്ചിട്ടില്ല. ആ ഒന്നാം പ്രതി വർഗീയ ഭീകരവാദിയാണ്. ആ ഒന്നാം പ്രതിയെ പോലുള്ള ആൾക്കാരെ ഭാരതത്തിൽ ഇല്ലായ്മ ചെയ്യുവാൻ നരേന്ദ്രമോദി ഉണ്ടായിരിക്കും. അങ്ങനെ ഇവരെ ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുന്ന CPM-കാർക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയന് അവരാൽ തന്നെ അതിന്റെ മറുപടി കിട്ടും എന്നാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. രണ്ട്, ദേശീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നോക്കൂ, അങ്ങനെയല്ല തീവ്രവാദികളായി ജനങ്ങളെ കാണുന്നവരാണ്. എന്റെ കൂടെ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്നോട് എന്റെ കൂടെ തന്നെ 15 ഭാരവാഹികൾ മുസ്ലിങ്ങളുണ്ട്. നല്ല മുസ്ലിങ്ങളുണ്ട്, ദേശീയ മുസ്ലിങ്ങളുണ്ട്. നല്ല മുസ്ലിം ചീത്ത മുസ്ലിം ഒന്നുമില്ല, ഒറ്റ മുസ്ലിമേ ഉള്ളൂ. അത് മുസ്ലിമാണ്, ഹിന്ദു ആണെങ്കിലും. ചിത്രത്തിൽ ചെരുപ്പ് കൊണ്ട് അടിച്ച ആളുകളാണ് ഇവര്, ചൂല് കൊണ്ട് അടിച്ച ആളുകളാണ് ഇവര്. ഈ സവർക്കർ എന്ന് പറയുന്ന ആള് 5ഓ 6ഓ തവണ മാപ്പപേക്ഷ കൊടുത്ത് ഷൂ നക്കിയ ആളാണ്. അവരാണ് ഇപ്പൊ ദേശീയത പറയുന്നത്. പത്തനംതിട്ടയിലേക്ക് തിരിച്ചു വരണം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അനിലാന്റണിയിലേക്ക് വരൂ. അനിലാന്റണിയിലേക്ക് വരാം. ഞാൻ പറയുന്നു, നിങ്ങൾ കേട്ടോ, ഞാനൊക്കെ വെറുതെ ഒന്നുമല്ല പറയുന്നത്. എസ് രാജേന്ദ്രൻ അധികം താമസിയാതെ BJP വരും. എസ് രാജേന്ദ്രനോ? കേട്ടോ, പുറത്താക്കിയവര് CPM പുറത്താക്കുന്നവരും കോൺഗ്രസ് വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കുന്നവരൊക്കെ കൊണ്ടാണോ പാർട്ടി ഉണ്ടാക്കുന്നത്? ഇതുവരെ പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗോവിന്ദ മാഷൊക്കെ ചെന്ന് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇനിയും ഞാൻ പറയുന്നു, മനസ്സിലാവില്ല. ഞാൻ പറയട്ടെ, പറയാം. ഈ പത്തനംതിട്ടയിൽ തന്നെ ബഹുമാനപ്പെട്ട പപ്പേട്ടന്റെ കൂടെയുള്ള ഞങ്ങളൊക്കെ പറയുന്ന വെറുതെ ഒന്നുമല്ല. നാളത്തെ ദിവസം കുറെ UDF നേതാക്കളും കൂടെ വരും, മുൻ MLA ഞങ്ങളോട് വരും. നിങ്ങൾ കേട്ടോ, അതിനുള്ള കാര്യങ്ങളൊക്കെ CPI പൈസ കൊടുത്തോണ്ടിരിക്കുക. അല്ല, പൈസ കൊടുത്ത അതൊക്കെ അനിൽ ആന്റണി വന്നത് കൊണ്ട് പത്തനംതിട്ടയ്ക്ക് എന്ത് ഗുണം? ഒരു നിമിഷം, അനിൽ ആന്റണി വരുന്നത് കൊണ്ട് എന്ത് ഗുണം പത്തനംതിട്ടയ്ക്ക്? അതായത് ഭാരതത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 72 എയർപോർട്ടാണ് ഉണ്ടായത്. ഇപ്പോൾ അത് 149ാമത്തെ എയർപോർട്ടായിട്ട് മാറി. ഭാരതത്തിൽ 72 149ആയി. 150ാമത്തെ എയർപോർട്ടായിട്ട് ഈ പത്തനംതിട്ട എയർപോർട്ട് വരും. എന്റെ ഒരു ചോദ്യം നോക്കൂ. 74 എയർപോർട്ടിൽ നിന്ന് 172 എയർപോർട്ടിൽ നിന്ന് 149ആയിട്ട് മാറി. ആ എയർപോർട്ട് വഴി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു നിമിഷം സാർ, ആ എയർപോർട്ട് വഴി സഞ്ചരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ് ഉണ്ടല്ലോ, അതിപ്പോ എവിടെ പോയി? അതൊക്കെ ഇന്ത്യൻ എവിടെ പോയി? എയർ ഇന്ത്യ ഉണ്ട്. ഇപ്പം എവിടെ പോയി? കൊടുത്തില്ലേ ടാറ്റയ്ക്ക്? ടാറ്റയ്ക്ക് കൊടുത്തില്ലേ? എയർ ഇന്ത്യ ഉണ്ട്. അത് പോട്ടെ. 70 ഇവരിപ്പോ പറഞ്ഞു റെയിൽവേയുടെ കാര്യം. ഈ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ അങ്കമാലി, കാലടി, മൂവാറ്റുപുഴ, തൊടുപുഴ, പാലാ, ഭരണങ്ങാനം, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, റാന്നി, പത്തനംതിട്ട, പത്തനാപുരം വഴി പുനലൂർക്ക് റെയിൽവേ. ഈ പുനലൂർ റെയിൽവേക്ക്, അങ്കമാലി പുനലൂർ റെയിൽവേക്ക് 1997 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന 99 പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ വാജ്പേയിജി അന്ന് തുടങ്ങിയ പണി ഇതുവരെ തീർന്നിട്ടില്ല. എന്താ സംസ്ഥാന സർക്കാർ? ഇല്ല, തീരാത്ത കാര്യം എന്താ? സംസ്ഥാന സർക്കാർ
നിസ്സഹകരണം. ശരി, ശരി. നിസ്സഹകരണമല്ല, അവര് വേണം പൊന്നും വിലക്കെടുക്കാനുള്ള കാശ് കൊടുക്കാൻ. അതെ. കൊടുത്തിട്ടില്ല. ഇവരെ കൊണ്ട് അതുകൊണ്ടാണ് സാധിച്ചില്ല. ഒരു അതിന് ശമ്പളം കൊടുക്കാൻ കാശ് അപ്പൊ രണ്ട് കാര്യങ്ങൾ പിന്നെ അനിൽ ആന്റണി വിജയിപ്പിച്ച പത്തനംതിട്ടയ്ക്ക് എയർപോർട്ട് കിട്ടും, മറ്റൊന്ന് എയിംസ് വരും. ആ എയിംസ് വരും, ശബരി റെയിൽവേ വരും, ശബരി റെയിൽവേ വരും, ഗ്രീൻഫീൽഡ് ഹൈവേ ഉണ്ടല്ലോ, ഗ്രീൻഫീൽഡ് ഹൈവേ വരും. അത്ര വലിയ സാധനമൊന്നും താങ്ങാൻ ഞങ്ങൾക്ക് ഇപ്പൊ സാധ്യത അല്ല. ഞാൻ ഇന്നലെ രാവിലെ നമ്മൾ തമ്മിൽ കണ്ടില്ലേ, അവിടെ വരുമ്പോ ഒരാൾ എന്നെ ഇങ്ങനെ നോക്കി ഒരു പുച്ഛരസത്തിലൊരു ചിരി. നമ്മുടെ പഴയ തങ്കച്ചായന്റെ മോനാ. കാരണം പഴയ തങ്കച്ചായന്റെ അറക്കപ്പറമ്പിലെ ആന്റണിയുടെ മോനാ. ആറന്മുള അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തനിക്ക് ഈ അമ്പലം വല്ലതും അറിയാമോടോ എന്നുള്ള മട്ടിൽ എന്നെ നോക്കിയൊരു ചിരി. ആ ഭക്തി തുടങ്ങിയിരിക്കുക ഇപ്പൊ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭക്തിയുള്ളവരുടെ അല്ല പറയട്ടെ ഭക്തിയുള്ളവരുടെ ഉൾപ്പെടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഭക്തിയുള്ളവരുടെ ഇത് കേക്ക്, ഭക്തിയുള്ളവരുടെ ഉൾപ്പെടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഭക്തി ഉൾപ്പെടെയുള്ളവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഭക്തി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അനിലാന്റണി അമ്പലത്തിലൊക്കെ പോയെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഉള്ളിലെ വിശ്വാസമുണ്ട്. ഇലക്ഷൻ വരുമ്പോ മാത്രം ഞാനൊരു വിശ്വാസിയാ. ആരാന്നറിയാമോ? അത് പഠിക്കണം മോനെ. അവരൊക്കെ ശബരിമല കയറ്റാൻ വേണ്ടിട്ട് അവിടെ ഒരു കാര്യം പറഞ്ഞു. അനിലാന്റണി അമ്പലത്തിൽ പോകുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവിടെ പോകുന്ന ഭക്തന്മാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു. ശബരിമല ഈ സ്ത്രീകളെ കയറ്റിയതാരാ? അതിന് വേണ്ടിട്ട് രാത്രി ഉറക്കം ഇരുന്ന ആരാ? ഈ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം പോയെന്ന് അതെല്ലാം ബാധിക്കും. ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ഒരു പാർലമെന്റ് മണ്ഡലമാണ് പത്തനംതിട്ട. 2008 ഇത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലമാകുന്നത്. അതിനു മുമ്പ് ഇടുക്കി മണ്ഡലമായിരുന്നു. ഇടുക്കി അന്ന് തൊട്ട് ഇന്ന് വരെയും UDFന്റെ MP ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ 2008 മുമ്പ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങേ അറ്റത്തും കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ വികസനം വരാത്തത്. അത് ഇപ്പൊ പത്തനംതിട്ട പാർലമെന്റ് ആയപ്പോൾ അങ്ങ് നടുക്കായി. പക്ഷെ 2008 തൊട്ട് ഈ 15 വർഷക്കാലം ആന്റണി MP എന്ത് ചെയ്തു എന്നുള്ളത് അവർ വ്യക്തമാക്കണം. ഈ പറഞ്ഞു എണ്ണി പറഞ്ഞു പാസ്പോർട്ട് 18 കോടി മിച്ചം 3 ബസ് സ്റ്റോപ്പ് വീതം. അതായത് ഹൈവേ അതോറിറ്റിയുടെ ബസ് സ്റ്റോപ്പ് എന്ന് അവിടെ തദ്ദേശ സ്ഥാപനങ്ങൾ വെച്ച ബസ് സ്റ്റോപ്പ് അതിനോട് ചേർന്ന് എത്തേണ്ടി പത്തനംതിട്ട റിംഗ് റോഡില് 3ാമത്തെ ബസ് സ്റ്റോപ്പും വെച്ചേക്കുക. 3 അടുത്തത് പാസ്പോർട്ട് സേവാ കേന്ദ്രം പറയുന്നു. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ കുരുക്ഷേത്രം തത്സമയം തുടരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് തീപാറുന്ന മത്സരമാണ് എന്ന സൂചനയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. പ്രതികരിക്കൂ, ആർക്കാണ് സാധ്യത? എന്താ അത്ര ഉറപ്പ്? ഉറപ്പാണ്. പറഞ്ഞോ. ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ ആന്റണി സ്വന്തം KPCC പ്രസിഡന്റിന്റെ പേര് അറിയാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ ഇവരുടെ പരിപാടിയായ സമരാഗ്നിക്കകത്ത് പറഞ്ഞതാണ് കെ സുരേന്ദ്രൻ എന്നും വിളിക്കുന്ന അണ്ണന്റെ പേരല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ ഏത് സമയം BJPയിലേക്കാ. അതുപോലെ തന്നെ BJP പ്രതിനിധിയോട് ഒരു ചോദ്യം. ഈ മണിപ്പൂര് പോലുള്ള സംസ്ഥാനം കത്തിയേറിയുമ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? അതുപോലെ തന്നെ എന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല? അതുപോലെ തന്നെ ഈ രാജ്യത്തെ യുവാക്കൾക്ക് പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. ഇവിടെ രാജ്യത്തെ യുവാക്കൾ സമരത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതുപോലെ കർഷക മേഖലയിൽ സമരം നടക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും പരിഹരിക്കുവാൻ ശ്രമിക്കുന്നില്ല? ഒരു സംശയം, നമ്മുടെ ഇവിടെ മരണം നടന്നല്ലോ വയനാട്, അവിടെ എന്താ മുഖ്യമന്ത്രി വരാത്തത്? അവിടെ മുഖ്യമന്ത്രി പോകും, മറ്റു മന്ത്രിമാർ ഒരു കാരണവശാലും പറഞ്ഞു. അവിടെ മന്ത്രിമാര് പോയി. മണിപ്പൂരിൽ ബന്ധപ്പെട്ട മന്ത്രിമാര് പോയിട്ടുണ്ട്. അമിത്ഷാ. കോൺഗ്രസ് പ്രതിനിധിയോട് ഒരു ചോദ്യം. ഇത് പത്തനംതിട്ട ടൗണ്, ഇതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം അടങ്ങുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെ ആന്റണി കൊണ്ടുവന്ന ഒരു 5 വികസനം അല്ലെ ഒരു 3 വികസനം ഞാൻ പറയാം. 1 FM സ്റ്റേഷൻ, 2 പാസ്പോർട്ട് സേവാ കേന്ദ്ര, 3 കേന്ദ്രീയ വിദ്യാലയം, ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയത്തിന്റെ ചാന്ത് പോലെ. ശരി. പറഞ്ഞോ. ഇവിടെ ഈ നാട്ടിലെ യുവാക്കളെ വഞ്ചിച്ച ഒരു മുൻ ചെയർമാനും ഒരു MPയുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അലങ്കരിച്ച ജസ്റ്റിസ് സദാശിവൻ
അദ്ദേഹം മുന്നിൽ കേരളത്തിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് 15 വട്ടം തറക്കല്ലിട്ടു. അതിൽ ആ തറക്കല്ലിടുമ്പോൾ സദാശിവൻ സാർ വരുമ്പം ഇദ്ദേഹമായിരുന്നു ചെയർമാൻ. ഇവിടെ അതിപ്പോ എവിടെ എത്തി നിൽക്കുന്നു? ഇദ്ദേഹം എല്ലാ കിടപ്പുണ്ടോ? കല്ലുമില്ല. ബഹുമാനപ്പെട്ട സുരേഷ് ഏട്ടനോട് കാര്യം ചോദിക്കാണ്. ഞാൻ പേഴ്സണലായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഞാൻ മൈലപ്രക്കാരനാണ്. പിന്നെ നമ്മുടെ ആന്റോ ആന്റണി എന്ന് പറയുന്ന നമ്മുടെ MP-യുടെ വസതി മൈലപ്ര തന്നെയാണ്. ഞാൻ ജംഗ്ഷനിൽ 6 മണിക്ക് ഞാൻ മൈലപ്ര. ഏത് പള്ളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മാമോദീസ? അതെനിക്ക് ഞാൻ മാമോദീസ അദ്ദേഹത്തിന്റെ മാമോദീസ ഏത് പള്ളിയിലായിരുന്നു എന്ന് പറയണമല്ലോ. ഞാൻ അവിടെ മൈലപ്രക്കാരനാണ്. പിന്നെ വേറെ അദ്ദേഹത്തിന്റെ വസതിയിൽ അങ്ങേരോ പിന്നെ അദ്ദേഹം ഉണ്ടോന്നോ ഇല്ലോന്നോ നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ആ വസതിയിലുണ്ടോന്ന് കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. ആ മൈലപ്ര ജംഗ്ഷനിൽ വന്ന് അവിടെ ഒരു ടീ സ്റ്റാളുണ്ട്. അവിടെ വന്നൊരു ചായ കുടിക്കാൻ പോലും ഒരു മനസ്സ് കാണിക്കാത്ത ഒരു മനുഷ്യനാണ്. മണ്ഡലത്തിലില്ല. എനിക്ക് പറയാനുള്ള പ്രത്യേകത എന്ന് പറയാം, ഈ കഴിഞ്ഞ വർഷം വീണ ജോർജ് നമ്മുടെ MP ആയിട്ട് മത്സരിച്ചു. ഈ വോട്ടിന് തോറ്റു. എന്തുകൊണ്ട് മത്സരിച്ചില്ല? നല്ല ആരോഗ്യമന്ത്രിയാണല്ലോ, എന്തുകൊണ്ട് മത്സരിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത തോമസ് ഐസക്. അല്ല, ഒരു പരിചയത്തിന് കുറവില്ല മക്കളെ. നല്ല പത്തര മാറ്റമുള്ള തോമസ് ഐസക്കാ ഇവിടെ മത്സരിക്കുന്നത്. പത്തര മാറ്റ ഞങ്ങൾ കാണിച്ചു തരാം. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഈ തോമസ് ഐസക് കാരണമുണ്ടല്ലോ ഞങ്ങളുടെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഗിപ്പി ഉണ്ടാക്കി ഞങ്ങൾക്ക് പെൻഷൻ ഒരു വാഴക്കയില്ലേ ഒന്നുമില്ല. കഴിഞ്ഞ മാസത്തെ കിട്ടിയായിരുന്നെങ്കിൽ പറയണേ. അത് കൊടുത്തിട്ടാണ് മറുപടി പറയല്ലേ. അവസാനം ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതി പറഞ്ഞു കല്ലേ കടിക്കരുത്. പിന്നെ കേന്ദ്രമന്ത്രിയായി ആന്റോ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് നിങ്ങൾ ചോദിച്ചു. ഇവിടെ അങ്ങനെ പത്തനംതിട്ട പാർലമെന്റിൽ നിന്ന് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഫോൺസ് കണ്ണന്താനമാണ് കേന്ദ്രമന്ത്രിയായി പോയി BJP-യിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തുള്ള LDF-ൽ നിന്ന്. അതുകൊണ്ട് പത്തനംതിട്ടയിൽ നോട്ട് കുക്ക് ഹിയർ കേട്ടോ. പത്തനംതിട്ടയിൽ ആ പരിപ്പ് വേവില്ല. ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷല്ല, മനസ്സിലായില്ല. പിന്നെ നമുക്ക് പഠിക്കാം. ഇവിടെ കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ല 3 കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഇവിടെ ഉണ്ട്. അത് 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയമാണ് കോന്നി. ഇവിടുത്തെ LDF-ന്റെ പ്രതിനിധി പറഞ്ഞു കോന്നി കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നത് LDF-ന്റെ ആരോഗ്യമന്ത്രിയാണെന്ന്. ആൺകുട്ടിയെ കൊണ്ടുവന്ന ആന്റോ ആന്റണി. ഒരു കാര്യം കൂടെ പറയാം, ഈ കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുവാൻ, ആ വഴി കോൺക്രീറ്റ് ചെയ്യാനുള്ള പൈസ MP അനുവദിച്ചപ്പോൾ അത് കൃഷി വകുപ്പിനെ കൊണ്ട് ആ വഴി തടസ്സപ്പെടുത്തിയത് അവിടുത്തെ MLA ആണ്. അതുപോലെ തന്നെ സമരം ചെയ്ത വഴി വെട്ടിയത്. അതുപോലെ തന്നെ കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന് മുന്നിലാണ് കോന്നി മെഡിക്കൽ കോളേജ്. ആ കോന്നി മെഡിക്കൽ കോളേജിന്റെ സ്റ്റെയർ കേസിൽ നിന്ന് ഒരാൾ വീണ് കാലൊടിഞ്ഞപ്പോൾ കൊണ്ടുപോയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഈ ജില്ലക്കാരിയാണ്, ഈ മണ്ഡലത്തിലെ MLA ആണ്. അതുപോലെ തന്നെ MP-ക്ക് 3 കൊല്ലത്തെ MP ഫണ്ടാണ് ചെലവഴിക്കാൻ കഴിഞ്ഞത്. 2 കൊല്ലം കോവിഡ് ആയിരുന്നു. കോവിഡ് കഴിഞ്ഞ് 28 ആംബുലൻസ് കൊടുത്തു. MP ഫണ്ടിലെ മുഴുവൻ പൈസ MP അനുവദിച്ചിട്ടുണ്ട്. ഈ അവസാന സമയം വന്നപ്പോൾ MP ഫണ്ടിലെ പൈസ അനുവദിക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അനുവദിക്കാതെ MP-യുടെ ഫണ്ട് ചെലവ് ആ ഒരു കുറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇവര് 85 ലക്ഷമേ ഉള്ളൂ. അത് വലിയ തുകയൊന്നുമല്ല. ശരി. മറുപടി പെട്ടെന്ന്. സാർ, എന്ത് സംവാദം ചെയ്താലും ഇവിടെ ആന്റോ ആന്റണി മാത്രമേ ജയിക്കുകയുള്ളൂ, യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ പോലെ വളരെ മാന്യനായ ഒരു MP ഈ മണ്ഡലങ്ങളിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആള്. ഡൽഹിയിൽ പോയാൽ പിറ്റേ ദിവസം അതേ ഇവിടെ വരും. ഫ്രീ ആണെങ്കിൽ നാട്ടിലെ കാര്യങ്ങൾ മണ്ഡലത്തിലെ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, യാതൊരു സംശയമില്ല. അവിടെ പറഞ്ഞു K. സുരേന്ദ്രൻ പറഞ്ഞു ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി 4 ലക്ഷത്തി സംതിങ് വായിക്കാൻ 4.2 എന്ന് വായിച്ച ആളാ. ആ സംസ്കാരം നമ്മുടെ ഉള്ളത്. രണ്ടുപേരും ഒരുപോലാണോ? ഒരിക്കലും അല്ല. പക്ഷേ പ്രശ്നമല്ല, നിങ്ങളുടെ KPCC പ്രസിഡന്റിന്റെ പേര് BJP അധ്യക്ഷന്റെ പേരായി പോകുന്നത് വലിയൊരു കുഴപ്പമല്ലേ? നാക്കുപടയാണ്.
എനിക്ക് പറയാനുള്ളത് ഹലോ എനിക്ക് പറയാനുള്ളത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക്. തോമസ് ഐസക് വരുത്തി വെച്ച കടമാണ് ഇന്ന് ഈ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിന്റെ അടിസ്ഥാന കാരണം. തോമസ് ഐസക് വരുത്തി വെച്ച ധനകാര്യ കടമാണ്. ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളോ 87 രൂപയ്ക്ക് കോഴിയും അതോടൊപ്പം തന്നെ ആലപ്പുഴ സിംഗപ്പൂർ ആക്കുമെന്ന് പറഞ്ഞ ആളാണ് പത്തനംതിട്ടയ്ക്ക് വരുന്നത്. പത്തനംതിട്ടയ്ക്ക് വന്ന പോലെ തന്നെ പുള്ളി തിരിച്ചു പോകും. അത്രേ ഉള്ളൂ. അരുണേ 1-ാം തീയതി ഞാൻ ട്രഷറിയിൽ പോയി എന്റെ പെൻഷൻ വാങ്ങിക്കാൻ എനിക്ക് കിട്ടിയില്ല. 3-ാം തീയതി കിട്ടി. 3 ദിവസം പെൻഷൻ ഇല്ല. ഒരു നിമിഷം ഒരു പ്രതികരണം കൊണ്ട് എടുത്തിട്ട് വരാം. ഞാൻ വരാം. പറഞ്ഞോ. ഒറ്റ മിനിറ്റ്. തോമസ് ഐസക്കാണോ ഇപ്പൊ ഇവിടുത്തെ തോമസ് ഐസക് ആണോ എന്ന് കെ എൻ ബാലു അദ്ദേഹം പറഞ്ഞ എന്താണത്? അതെ അതെ, വെറും വൃത്തിയുടെ വർക്കല്ല. ഓക്കെ, ശരിയാണ്. പറഞ്ഞോളൂ. ഇവര് പറഞ്ഞ ചോദ്യങ്ങൾ ഒരു ചോദ്യം കൂടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഈ വാഗ്ദാനങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞ് ഇവിടെ UDF എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഇവരുടെ മുൻ 2 DCC പ്രസിഡന്റ് പീലിപ്പോസ് തോമസ് സാർ അടക്കം ബാബു ജോർജ് സാർ അടക്കം ഇന്ന് LDF-ന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ UDF-ന്റെ നെടുന്തൂണായിരുന്ന കേരള പാടാൻ അറിയാത്തവരാണ് പറയുന്നത്. ദേശീയഗാനം പാടാൻ അറിയാത്തവരാണ് ഇത് കുറ്റം പറയുന്നത്. ഒരു നിമിഷം. ദേശീയഗാനം പാടാൻ പറഞ്ഞ കോൺഫിഡൻസോടുകൂടി പാടാൻ പറ്റുമോ? വേണ്ട, പാടണ്ട. ഏതായാലും പാലോട് രവിയെ പോലെ ആവത്തില്ല. പാലോട് രവിയെ പോലെ ആവത്തില്ല. ആ സുഹൃത്ത് പറഞ്ഞു കേട്ടു. ആ ചോദ്യങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് പറയാം. ശ്രീ മനാഫ് എന്റെ സുഹൃത്താ. പക്ഷെ അദ്ദേഹത്തിന് ഓർമ്മശക്തി നഷ്ടപ്പോയതിന് സംശയമുണ്ട്. കാരണം ഈ ശിവശങ്കർ ഗവർണർ വന്നപ്പോ ഞാൻ അല്ല ചെയർമാൻ ഞാൻ പറയട്ടെ സുരേഷ് പറഞ്ഞോ. 6 കോടി രൂപ ഇൻഡോർ സ്റ്റേഡിയത്തിന് ആന്റോ ആന്റണി അനുവദിപ്പിച്ചു. ആ 6 കോടി രൂപ അനുവദിപ്പിച്ചിട്ട് ഈ നഗരസഭ LDF ഭരിക്കുന്ന നഗരസഭ ഒരു കാര്യം ചെയ്യിപ്പിക്കാതെ ഇപ്പൊ അവിടെ കുറെ മണ്ണ് കൊണ്ട് വാരിയിട്ടിരിക്കുകയാണ്. ആന്റോ ആന്റണിയെ ഈ ഇലക്ഷനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം 6 കോടി രൂപ അനുവദിച്ച് ചെയ്യേണ്ടത് ആരാണ്? നഗരസഭയാണ് ചെയ്യേണ്ടത്. ഈ നഗരസഭ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ആന്റോ ആന്റണിയെ വിജയിപ്പിക്കണം? ചുരുക്കി പറയൂ. ആന്റോ ആന്റണിയെ വിജയിപ്പിക്കേണ്ട ചുരുക്കുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇവിടെ ജനങ്ങളുടെ ജീവൻ പ്രശ്നം നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. 7 മാസമായി ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. ഈ സാധുക്കളായ ആളുകളുടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചു. സാധുക്കളായ ആളുകളുടെ വീട്ടുകരം വർദ്ധിപ്പിച്ചു. അവരുടെ പഞ്ചായത്ത് ഓഫീസിൽ അവർ കൊടുക്കേണ്ട ഈ അപേക്ഷാ ഫീസിന്റെ വരെ ഫീസ് 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ഞങ്ങൾ ആത്മാഭിമാനത്തോടു കൂടിയിട്ടാണ് തോമസ് ഐസക്കിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. 20 വർഷക്കാലം MLA ആയിരുന്ന 10 കൊല്ലക്കാലം ധനകാര്യമന്ത്രിയായിരുന്ന EMS-ന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ക്ഷേമ പെൻഷൻ 400-ൽ നിന്ന് 1600 രൂപയാക്കി മാറ്റിയ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം 32 ലക്ഷത്തിൽ നിന്ന് 64 ലക്ഷമാക്കിയ ഈ നാടിന്റെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ആത്മാഭിമാനത്തോടുകൂടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ ആത്മാഭിമാനത്തോടുകൂടി തോമസ് ഐസക്കിനെ ആത്മാഭിമാനത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. ആത്മാഭിമാനത്തോടുകൂടി സാമ്പത്തിക ശാസ്ത്രജ്ഞനെ അല്ല. പദ്ധതികൾ നടപ്പിലാക്കി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അവിടെ ചെല്ലുമ്പോ ഒന്നാണ് അനിൽ കെ ആന്റണി. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് സംസാരിക്കുന്നു, ബഹളം വെക്കുന്നു. പക്ഷേ ഈ കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞ് അവിടെ ചെന്നാൽ ഇവർ രണ്ടും ഒന്നാ. ഇവർ ആർക്ക് വോട്ടിലും ഇവർ രണ്ടുപേരും ഒന്നാ. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആന്റോ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കട്ടുറുമ്പ് കാട്ടാനെ ചവിട്ടിക്കൊന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അറബിക്കടലിൽ വെള്ളം വറ്റി വരണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടി വരും. സഹാറ മരുഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ രാഹുൽ ഗാന്ധി 40 സീറ്റിൽ കിട്ടുമല്ല, 40 സീറ്റിൽ
വിജയിക്കും. തോമസ് ഐസക് ആണ്. തോമസ് ഐസക്. ഒരു മുദ്രാവാക്യം പോലെ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ നിറയുകയാണ്. പത്തനംതിട്ടയുടെ രാശി മാറാൻ ആര് വരണം എന്നുള്ളതാണ് ചോദ്യം. പത്തനംതിട്ടയുടെ രാഷ്ട്രീയ മനസ്സിലുള്ളത് എന്താണെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. തിളച്ചു മറിയുന്നുണ്ട് പത്തനംതിട്ടയിൽ രാഷ്ട്രീയം. നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും കുരുക്ഷേത്രം ഇന്ന് അവസാനിച്ചു പോകുന്നത് ഇടുക്കിയിലേക്കാണ്. നാളെ ഇടുക്കിയിൽ നെടുങ്കണ്ടത്ത് വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. ഗുഡ് നൈറ്റ്.